ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. 150 ഗ്രാം ഉഴുന്ന്, 150 ഗ്രാം പരിപ്പ്, 150 ഗ്രാം മല്ലി, 3 ഉണങ്ങിയ തേങ്ങ, പിന്നെ 10 റെഡ് ചില്ലി, പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, ഉപ്പ്, പിന്നെ കറിവേപ്പില എന്നിവയാണ് എടുത്തത്. നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വറവായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ളവ വറുത്തെടുക്കാം. നമുക്ക് ബാക്കി ഉഴുന്നും പരിപ്പും മല്ലിയും ഒരുമിച്ചിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് മുളകും കറിവേപ്പിലയും പുളിയും ഇട്ടിട്ട് ഇളക്കാം. മല്ലി വായിലിട്ടൊന്ന് കടിച്ചു നോക്കാം വറവായിട്ടുണ്ടോന്ന്. വറവായിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ കായം പൊടി ഇടുന്നത്. അല്ലെങ്കിൽ പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം തേങ്ങ തന്നെ വേറെ ആയിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം. ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.